ഗൈസ്, സോ നമ്മൾ ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോണത്. അച്ഛൻ അവിടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഇപ്പൊ കറക്റ്റ് എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഷാർജയിലാണ് ഉള്ളത്. നമ്മള് ദിവ്യ ചേച്ചിയും ബിബി ചേട്ടന്റെയും വീട്ടിലെ ഫ്ലാറ്റിലാണുള്ളത്. ഇതായിരുന്നു ഇവര് പണ്ടത്തെ ഇവര്. ഇപ്പത്തെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ ഇവിടെ ഉണ്ട്. സോ സച്ചു ഉണ്ട്, അമ്മയുണ്ട്. ഇതാണ് ദിവ്യ ചേച്ചി, ഇതാണ് ബിബി ഇതാണ് ബിബി ചേട്ടൻ. സോ നമ്മൾ ഇവരുടെ ഫ്ലാറ്റിലാണുള്ളത്. ഇന്ന് നമ്മള് എവിടേക്കാ പോണേ? നമ്മൾ ഇന്ന് കുറച്ച് മദീന മോൾ പോകുന്നുണ്ട്. പിന്നെ നമ്മള് കറാമയിലത്തെ ഡേ ടു ഡേയിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫുൾ ഷോപ്പിംഗ് ആയിരിക്കും ഇന്ന്. സോ നമുക്ക് ഇന്ന് ഫുൾ ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കും. പിന്നെ വിശക്കാണ്ടിരിക്കാൻ വേണ്ടി സച്ചു അവിടെ പോപ്കോൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഫുൾ എൻജോയ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് നമ്മള് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതേ കണ്ണടയൊക്കെ വെച്ച് റെഡി ആയിട്ട് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇവര് സ്ഥിരം ഉടായ്പ തുടങ്ങുന്നുണ്ട്. അതൊന്നും നമ്മൾ വകവെക്കുന്നതല്ല. സോ നമ്മൾ ഇന്ന് എന്തായാലും ഒരു 3 ഡ്രസ്സെങ്കിലും എല്ലാരും എടുക്കും അല്ലെ? ഓ, അപ്പൊ ഇനി നമ്മള് മദീന മോളിലായിരിക്കും കാണാം. സോ ബൈ. എനിക്ക് വാങ്ങിച്ചു തരുന്നേ ഇതാണ് എനിക്ക് വാങ്ങിച്ചത്. ഗൈസ്, ഇതിൽ ഏതെടുത്താലും എനിക്ക് വാങ്ങിച്ചു തരുന്നത് അല്ലേ ഗൈസ്? അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ മദീന മോളിലാണ്. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് മദീന മോളില്. അച്ഛൻ നമ്മൾ പണ്ട് മദീന മോളിൽ വാങ്ങിച്ചല്ലോ, കുട്ടിക്കാലത്തായിരിക്കും. എനിക്ക് തീരെ ഓർമ്മയില്ല. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ ആണോ? സൂചായിട്ടിന്റെ ഒപ്പം വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നിവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിഞ്ഞ് നോക്കണം, അല്ലെങ്കിൽ കമന്റ്സ് വിടും എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ആൻഡ് ഇന്ന് എനിക്ക് വിധിച്ചേട്ടൻ ജിയാഡാനോടെ വാച്ച് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. ജിയാഡാനോടെ വാച്ച് വാങ്ങിച്ചു തരും. സച്ചു വരേണ്ട തെന്നി വേണ്ട. അപ്പൊ നമുക്ക് ഇനി ഷോപ്പിൽ പോയിട്ട് നോക്കാം. ഓക്കെ, എന്താണ് നമ്മ ഇപ്പൊ നടക്കുന്നത്? ആ ബെസ്റ്റ്, താങ്ക് യു. എനിക്കൊന്നും പറയാല്ല. എന്റെ വ്ളോഗ് ഇതോടെ ഞാൻ പൂട്ടിക്കിടും. എന്താ അവിടെ എനിക്കറിയില്ല. ബിബിച്ചേട്ടൻ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് സംഭവം ഒന്നും അറിയില്ല. എന്താ സച്ചു വായിച്ച്? എന്താ അവള് വായിച്ച്? കലാകേന്ദ്ര കണ്ടിട്ട് എന്താ ഇതിനൊക്കെ പറയാ. ഒരു ഫോട്ടോ സെഷന് നമ്മൾ പോയത്. നമ്മുടെ പേരൻസിനൊന്നും കാണാനില്ല കേട്ടോ. നമ്മള് ഒറ്റയ്ക്കായി. ചേട്ടനുണ്ട് ദേ അവിടെ, അവിടെ ഉണ്ടാവും. സച്ചു ഇവിടെ ജ്യൂസ്, ഞാൻ പറഞ്ഞില്ല ജ്യൂസിന് കേട്ടോ സച്ചു അപ്പൊ അവിടെ കമന്നടിച്ച് വീഴും. അതാണ് അവളുടെ ഹാബിറ്റ്. സോ ഇവിടെ നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോവാണോ, ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണോ, എന്താ സംഭവം എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സോ നമ്മൾ ഏത് സ്റ്റോറിലാണ് പോണേന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. സച്ചിതേ ബബിൾക്കം തന്നിട്ടുണ്ട്. ഇത് സർക്കിളിലാണ് ഉണ്ടാവുക. കുറച്ച് അടിപൊളി കമ്മലുകൾ കണ്ടിട്ടുണ്ട്. വരൂ. ഇത് എങ്ങോട്ടല്ല, മാക്സി പോവാനുള്ളതിന്റെ ഒരു അക്രമമാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. എന്താണ് അച്ഛനെല്ലാം തോന്നുന്നു. ഒന്നും മനസ്സിലാവണില്ല. പക്ഷെ സച്ചുവിന്റെ കയ്യിൽ ഇത് 2 ഒക്കെ ഉണ്ട്. ഇത് ആര് അപ്രൂവ് ചെയ്തോ? സച്ചു അമ്മ അച്ഛൻ അപ്രൂവ് ചെയ്തോ? ആണോ അച്ഛാ? താങ്ക് യു. നമ്മുടെ സ്ഥലം വാങ്ങിച്ചു. പിന്നെ ബോർഡ് കണ്ട അപ്പൊ ഒരു സൈഡ് വലിവാണ് എൻ്റെ ഏട്ടന്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പെർഫ്യൂം കണ്ട അപ്പൊ ഒരു സൈഡ് വലിവാ. ഒന്നും വരുന്നില്ലേ? അവരിത് അവിടെ പാടി ആടി വരുന്നുള്ളൂ. ഗൈസ്, ആക്സിന്റെ ചാത്തൻ സാധനം ഇറങ്ങിയിട്ടുണ്ട്. ആക്സ് കറക്റ്റ് സെയിം ഇതിൽ തന്നെയാണ്. എന്താ സംഭവം എന്നറിയില്ല. ചെറു ഷോക്കാണ്. ഇതിന്റെ താഴെ ഒന്നും ഇടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല അമ്മ, ഇതിന് താഴെ ഇത് ഡ്രസ് ഷർട്ട് അല്ല? അതെ, കണ്ട ദിവ്യ ഇടുമ്പോ കുഴപ്പമില്ല. അച്ഛന് കൾച്ചറൽ ഷോക്കായി. സിംഗളതാ വരൂ. സോറി. ഫുഡ് ഇനി നമുക്ക് എന്താ പറയാ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി ഷോപ്പിംഗ് ഒന്ന് പോസ് ചെയ്യണം. വയറ് ഭയങ്കരമായിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഗൈസ്? ചേച്ചി പാട്ടൊക്കെ പാടുന്നുണ്ട്, വിശക്കുന്നു എന്നൊക്കെ. സോ ഐ ഗെസ് ഇനി നമ്മൾ പോസ് ചെയ്യണം. എന്തെങ്കിലും കഴിക്കണം, എനർജി ഇല്ല. പണ്ടത്തെ ബേബി ഷോപ്പ്.
അമ്മ ഫുഡ് എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോണേ. സോ ഇതിൽ കയറണോ ഇതിൽ കയറണോ, ഏതാണ് ഗൈസ് പറയൂ. രാജാവിന്റെ ചട്ടിച്ചോറ്, ബിരിയാണി, കല്യാണ ബിരിയാണി. സോ നമ്മളിതാ ഇന്ന് കഴിക്കാൻ പോകുന്നത് മലബാറി ഗ്രിൽ തവയാണ്. പിന്നെ അവിടെ ഇതാ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. സോ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ചട്ടിച്ചോറും വരാനുണ്ട്. സച്ചോറും മലബാറി ദം ബിരിയാണി കൂടി വരാനുണ്ട്. വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. നമുക്ക് നോക്കാം. നല്ല ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആണ്. എന്തോ ഒരു ഫിഷിന്റെ ടേസ്റ്റും വരുന്നുണ്ട്. എനിക്ക് ഓർമ്മല്ല, നല്ല രസമുണ്ട്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ബട്ടറിങ്, അടിപൊളി. ഞാൻ ഇതിന് സമാധാനത്തിൽ കഴിക്കാൻ പോകാം. ബിരിയാണി ഇവരുടെ ബിരിയാണി വന്നിട്ടുണ്ട്, ചട്ടിച്ചോറ് വന്നിട്ട് ബിരിയാണി അവിടെ. ആ ചായ അച്ഛൻ്റെ അല്ല, ഇതാണ് അച്ഛൻ്റെ മധുരമുള്ള ചായ. അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇപ്പം പുറത്തേക്ക് പോവുകയുള്ളൂ. നമുക്ക് ഇനി അറിയാൻ പറ്റും എന്താണ് അവസ്ഥ. അച്ഛൻ ഇങ്ങനെ കട്ടിറുമ്പോ വേണ്ട. വണ്ടർഫുൾ. ചായ മാറ്റിയ വണ്ടർഫുൾ. ചായ അങ്ങോട്ട് മാറ്റിയ. പിന്നെ ആദ്യം ഇതിന്റെ എക്സ്പ്രഷൻ വെതറി മാറ്റി. മനസ്സിലാക്കി കളഞ്ഞു. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. നമുക്ക് 2-3 ഐറ്റംസ് ഒക്കെ കിട്ടി. ഇത് ഞാൻ ഫുൾ വീഡിയോ എടുത്ത് അയച്ചു തരാം. സോ നമ്മൾ ഇനി അടുത്തത് കരാമ ഡേ ടു ഡേയിലേക്കാണ് പോണേ. സോ ഇനി അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. സോ അവിടെ എത്തിയിട്ട് ബൈ.